തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സോണിയാഗാന്ധി പിന്മാറിയതോടെ റായ്ബറേലിയിൽ ഇത്തവണ ആര് മത്സരിക്കും? അമേഠിയിൽ രാഹുൽ എത്തുമോ? പ്രിയങ്ക ഗാന്ധി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? ഈ ചോദ്യങ്ങളായിരുന്നു പലരുടെയും മനസ്സിലുണ്ടായിരുന്നത്. അതിൽ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. റായ്ബറേലിയിൽ ആര് എന്നതിനും പ്രിയങ്ക ഇത്തവണ മത്സരിക്കുമോ എന്നതിനും ഉത്തരം ഏപ്രിൽ 15-ന് അറിയാൻ സാധിക്കും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ നിന്നും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടിയുടെ ഉന്നതതല യോഗത്തിൽ ഇത് ചർച്ചയായിട്ടുമുണ്ട്. ഏപ്രിൽ 15-ന് ശേഷം പ്രിയങ്കയുടെ പേര് പ്രഖ്യാപിക്കുമെന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇതോടൊപ്പം റായ്ബറേലിയിൽ വലിയ റാലി നടത്താനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുമുണ്ട്. ഗാന്ധി കുടുംബത്തിന് റായ്ബറേലിയുമായി വളരെ പഴയ ബന്ധമുണ്ട്. ഇന്ദിരാഗാന്ധി 2 തവണ ഈ സീറ്റിൽ നിന്നും MP ആയപ്പോൾ സോണിയാഗാന്ധി 4 തവണ ഇവിടെ നിന്നും പാർലമെന്റിലെത്തി. ആരോഗ്യപരമായ കാരണങ്ങളാൽ സോണിയാഗാന്ധി ഇത്തവണ രാജ്യസഭയിലേക്ക് മാറി. രാജസ്ഥാനിൽ നിന്നും രാജ്യസഭ MP ആയി അവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനു പിന്നാലെ റായ്ബറേലിയിൽ നിന്നും ഇനി ആര് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിയുടെ സംസ്ഥാന ഘടകവും അനുഭാവികളും ആവശ്യപ്പെട്ടിരുന്നു. റായ്ബറേലിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇപ്പോൾ സ്ഥിതിഗതികൾ ഏറെക്കുറെ വ്യക്തമായി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തതായി ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. റായ്ബറേലിയിൽ നിന്നും പ്രിയങ്കയെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടി തയ്യാറായി കഴിഞ്ഞുവെന്നതാണ് UP-യിലെ ചില ഉന്നത നേതാക്കൾ തന്നെ വെളിപ്പെടുത്തിയ വിവരം. ഏപ്രിൽ 15-ന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വരുമെന്നും അതിൽ പേരുകൾ പ്രഖ്യാപിക്കുമെന്നും പറയുന്നുണ്ട്. റായ്ബറേലിയിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള ഔപചാരിക നിർദ്ദേശം പാർട്ടി പ്രിയങ്കയ്ക്ക് നൽകി കഴിഞ്ഞുവെന്നതാണ് റായ്ബറേലിയിലെ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ കൂടിയായ പങ്കജ് തിവാരി ചില മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോഴത്തെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകരുള്ളത്.